വയനാടിനെ കൈപിടിച്ചുയർത്താൻ ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ വിശ്വസ്തതയോടെ ജനം അതിലേക്ക് ഇട്ടു നൽകിയ അക്കങ്ങൾ കോടികളാണ് മാറിമറിഞ്ഞത്. ആരെയും കാത്തുനിന്നില്ല. പ്രസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്തൊഴുകിയ കോടികളിൽ നിന്ന് വയനാട് ദുരന്തത്തിന് ആദ്യത്തെ ആശ്വാസമായി മുസ്ലിം ലീഗ് ഇന്നലെ പ്രഖ്യാപിച്ചത് 27 കോടിയുടെ കാരുണ്യമാണ്. 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം സഹായം. വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും തകർന്ന 40 പേർക്ക് 1,00,000 രൂപ വീതം. ജീപ്പ് തകർന്ന 4 പേർക്ക് ടാക്സി ജീപ്പ്. ഓട്ടോറിക്ഷ തകർന്ന 3 പേർക്ക് ഓട്ടോറിക്ഷകൾ. വിദ്യാഭ്യാസത്തിന് സഹായം. 1000 സ്ക്വയർ ഫീറ്റിൽ 100 വീട്. കൂടാതെ ദുരന്തബാധിത പ്രദേശത്തുകാർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി. ജീവനും ജീവിതമാർഗവും ജീവനായിരുന്നതുമടക്കം പ്രതീക്ഷയുടെ സർവ്വതും നശിച്ചൊരു ദുരന്തത്തിൽപ്പെട്ട ജനതയ്ക്ക് ആ മണ്ണിൽ തന്നെ തുടർന്നും ജീവിക്കാനുള്ളൊരു പ്രതീക്ഷയുടെ ഒടുവിലെ തിരിവട്ടമാവുകയാണ് മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനം. ആർക്കും തിരികെ നൽകാനാവാത്ത ഒരു രാത്രി കൊണ്ട് പേമാരിയായി ദുരന്തം കവർന്നെടുത്ത കുറേ മനുഷ്യജീവനുകൾ ഒഴിച്ച് ബാക്കിയായവർക്ക് മുന്നോട്ട് നീങ്ങാൻ നഷ്ടങ്ങളെല്ലാം നികത്തി നൽകേണ്ടത് ബാക്കിയായ സമൂഹത്തിൻ്റെ സാമൂഹിക ബാധ്യതയാണ്. ആ ബാധ്യതയാണ് വയനാട് ജനതയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് പ്രഖ്യാപിക്കുന്ന നന്മകൾ. വീടും വാഹനങ്ങളും വ്യാപാരികളെയും എല്ലാം ചേർത്ത് പിടിച്ചൊരു വൻ പാക്കേജാണ് സംസ്ഥാന ലീഗ് അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചത്. സമഗ്ര മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ വയനാട് പുനരധിവാസ പാക്കേജ് സംസ്ഥാന ഭരണകക്ഷികൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്തത് മുസ്ലിം ലീഗ് യാഥാർത്ഥ്യമാക്കുന്നു. പദ്ധതി പ്രാവർത്തികമാക്കുന്നതിൽ ദീർഘവീക്ഷണവും കൃത്യതയും വരവ് ചെലവ് കണക്കുകളിലെ സുതാര്യതയും ധനശേഖരണം പോലെ തന്നെ വിനിയോഗവും ഒരു ആപ്ലിക്കേഷനിലൂടെ പൊതുജനങ്ങൾക്ക് അപ്പോഴപ്പോൾ കൃത്യമായി അറിയാൻ സാധിക്കും. ഇതിലൂടെ ആര് നൽകിയ 1 രൂപ പോലും അർഹതയുള്ളവരിലേക്ക് മാത്രമേ എത്തുകയുള്ളൂ എന്ന് ഉറപ്പുവരുത്തുന്നു. അതും വെച്ച് താമസിപ്പിക്കലുകളോ സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായ ഒച്ചിഴയലോ ചുവപ്പ് നാടകളോ ഇല്ലാതെ അതിവേഗത്തിൽ നടപ്പാക്കുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുടെ അന്തിമ പട്ടിക ആകും മുമ്പേ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ അനൗദ്യോഗികമായി നിർത്തി സർക്കാർ. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ നടന്ന ജനകീയ തിരച്ചിലിന് ശേഷം ദുരന്ത മേഖലയിലെ തിരച്ചിൽ മന്ദഗതിയിലായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയർന്നെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിലും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ പേരിന് മാത്രമായി. ജനകീയ തിരച്ചിലിന് ശേഷം ദുരന്ത മേഖലയിൽ തിരച്ചിലിനെത്തിച്ചിരുന്ന ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അധികൃതർ പിൻവലിക്കുകയും ചെയ്തു. നിലവിൽ ബെയിലി പാലം ബലപ്പെടുത്തുന്ന പ്രവൃത്തികൾക്കുള്ള 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ മാത്രമാണ് ആ പ്രദേശത്തുള്ളത്. കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തിയ സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ നിലമ്പൂരിലെ മുണ്ടേരി ഫാം വരെയുള്ള ഭാഗങ്ങളിലും ചാലിയാറിൻ്റെ തീരങ്ങളിലും തിരച്ചിൽ തുടരണമെന്ന കാണാതായവരുടെ കുടുംബങ്ങളുടെ ആവശ്യവും അധികൃതർ പരിഗണിച്ചില്ല. കുറച്ച് പോലീസുകാരും NDRF സംഘവും അഗ്നിരക്ഷാസേനയുമാണ് ദുരന്ത മേഖലയിൽ ഇപ്പോഴും തുടരുന്നത്. ആവശ്യമായ സജ്ജീകരണങ്ങളില്ലാത്തതിനാൽ ഇവർ ദുരന്ത മേഖലയിൽ പട്രോളിംഗ് നടത്തുക മാത്രമാണ് ചെയ്യുന്നത്. പ്രദേശത്തേക്ക് എത്തുന്നവരെ പരിശോധിക്കുന്ന ജോലിയാണ് പോലീസ് പ്രധാനമായും ചെയ്യുന്നത്. ഇവർക്ക് പുറമെ ബെയിലി പാലത്തിൻ്റെ നിരീക്ഷണത്തിനായി 3 സൈനികരും ചൂരൽമലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിരച്ചിൽ നിർത്തിയെങ്കിലും കാണാതായവരുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദുരന്തം നടന്ന് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ അധികൃതർക്ക് ആയിട്ടില്ല. കഴിഞ്ഞ 17-ന് പ്രസിദ്ധീകരിച്ച കാണാതായവരുടെ കരട് പട്ടികയിൽ 119 പേരാണുള്ളത്. DNA ഫലം പുറത്തു വന്നാലേ ഇതിൽ എത്ര പേർ പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചിട്ടുണ്ടെന്നറിയാനാകും. DNA ഫലം പൂർണ്ണമായി പുറത്തു വന്നതിന് ശേഷവും കാണാതായവരുടെ പട്ടികയിൽ ആളുകളുണ്ടെങ്കിൽ ആ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുള്ള അവസരമാണ് തിരച്ചിൽ അവസാനിപ്പിച്ചതിലൂടെ ഇല്ലാതാകുന്നത്.